കൊടുക്കുന്നേ? നീ ഇല്ലാത്ത പ്രത്യേകത പറഞ്ഞു കൊടുത്തോണ്ടല്ലോ. അയ്യോ ഞാൻ പാവമാണ് ചായ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു കൊടുത്തത്? ചിലപ്പോഴേ റംസാനായിരിക്കും. ആരാണ് റംസാൻ? റംസാനോ ബക്രീദോ ആരാണെങ്കിലും ഇവിടെ കിട്ടണം. സ്റ്റേജിൽ ഞങ്ങൾക്ക് അവനെ കിട്ടണം. ഒരു മിനിറ്റ് ആവശ്യമില്ലാത്ത ലാലേട്ടന്റെ പൈസ മുടക്കുകയും ചെയ്ത്. മോനെ റംസാനെ, ഹലോ വിളിച്ചേട്ടാ, നീ എവിടെ ഉണ്ടാ? ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നു. നീ സ്റ്റേജിന്റെ ബാക്കിലുള്ള ബാറിൽ ഒന്ന് വരുമോ? ഇല്ലല്ല ഞാനില്ല, ഞാൻ ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട്. അല്ല കേക്ക് എന്നെ കാണാൻ ഒരു പെണ്ണ് വരുമെന്ന് പറഞ്ഞിട്ട് അവളിതാ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഹലോ ഹലോ ചേ, അവൻ വരുമെന്ന് തോന്നുന്നില്ല. അവൻ വരുമെന്ന് തോന്നുന്നില്ലെങ്കിൽ മോൻ ഇവിടെ തന്നെ നിന്നാ മതി. അവൻ വരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എന്റെ മോനെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നടാ. പറഞ്ഞ പെണ്ണ് പരിചയപ്പെടുന്നതിന് മുമ്പ് 2 ആങ്ങളമാരുണ്ട്, അവരൊന്ന് പരിചയപ്പെട്ടാലോ? അത് വേണോ? വേണം, നല്ല ആൾക്കാരാ, തങ്കം പോലത്തെ ആൾക്കാരാ. നീ വന്നേ. അച്ഛാ, ഇതാണ് റംസാൻ. റംസാൻ ജിമ്മി അടിച്ചോടിക്കണം. ഇവൻ പാവല്ല, ഡാൻസറാണെന്നാ പറയുന്നത്. ഡാൻസറാണ്, പാട്ടുകാരനായി ഡാൻസറായി. മക്കളൊരു കാര്യം ചെയ്യും, ജീവിതകാലം മുഴുവൻ ഈ ബാറിൽ കിടന്ന് ഡാൻസ് ചെയ്ത് പാട്ട് ചെയ്ത് അങ്ങ് ജീവിച്ചാൽ മതി കേട്ടാ. പുറത്തോട്ട് ഇറങ്ങുന്ന പ്രശ്നമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, എനിക്ക് ഡാൻസ് കളിക്കാൻ പോകണം, അങ്ങനെ പറയാൻ പറ്റില്ല. മോനെ നിനക്ക് ഇവിടുന്ന് പോകാനുള്ള അനുവാദമില്ല. വിടത്തില്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല. അതിന്റെ ഒരു കാര്യം, ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട്, അയാളെ ഡാൻസ് കളിച്ച് നീ ഒന്ന് തോപ്പിക്കണം. അത് അങ്ങനെയൊക്കെ പോവാം. നോക്കാലോ. ക്ലീറ്റസിനെ വിളിക്കും. ഇവൻ വലിയ ഡാൻസർ ആണെന്നാണ് പറയുന്നത്. വലിയ ഡാൻസർ എന്ന് പറഞ്ഞാൽ നീ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ടോ? ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ട്. എന്നാ ഒന്ന് കാണിച്ചു നിന്റെ ക്ലാസിക്കൽ. കളി നീ കളി ആലോചിക്കാം. പാട്ടില്ലാണ്ട് പാട്ടുടെ മ്യൂസിക് ഇട്ട് കൊടുത്ത പാട്ട്. ഇതാണ് നീ ക്ലാസ്സിൽ പോയി പഠിച്ച ക്ലാസിക്കൽ. മെയ് വഴക്കമില്ല. ഞാനൊരു സ്റ്റെപ്പ് കാണിക്കാം. കണ്ടോ? Let's do it. ഇങ്ങനെ കാലിങ്ങനെ വെച്ച് കാണിക്ക ഒട്ടിഞ്ഞ് വരട്ടണം. ഒട്ടിഞ്ഞോ അങ്ങനെ ഒട്ടിഞ്ഞ് കൊണ്ട് വരട്ടെ. അങ്ങനെ സ്റ്റെപ്പായി കാണിക്കാം. റെഡിയല്ലേ? പാട്ടിന്റെ ഒപ്പം കളിക്കാം. അങ്ങനല്ലേ പാടുന്നു. പരീക്ഷയിൽ കുറെ തോറ്റല്ലോ ഞങ്ങള്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. ഏത് ശരീരം? എനിക്കതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലെ ഒരു ആഭാസത്തിന് മുന്നിൽ ജാക്കറ്റ് ഇട്ടാടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഏത്? നിന്റെ മൂള ക്യാമറ. എനിക്ക് ജാക്കറ്റ് ഇടാനുള്ള അർഹതയില്ല. അതല്ലെങ്കിലും ഇല്ല. ഞാനിത് ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. നിന്റെ ഡാൻസിനെ കഴിഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടത് ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. അതെ, ദൈവത്തിന് അതല്ലേ പണി, ആരുമില്ലാത്തവർക്ക്. വേറെ എന്തൊക്കെ പണിയുണ്ട്? എന്താണ് നമ്മളവിടെ പ്രോഗ്രാം
ഇവനെന്താ പറ്റി? അവന്റെ ചരിത്രം പോയില്ല. ഇതത് പോയി? അല്ല, അങ്ങനെ എന്തോ പോയെന്നാ പറഞ്ഞു, കിടക്കുന്ന കണ്ടില്ലേ? എന്ത് പറ്റി പോനാ നിനക്ക്? ലാലേട്ടാ, അയ്യോ ഏ? ഇത് ചരിത്രം പോയോ? എന്ത് പറ്റി? ലാലേട്ടാ, ഇവരെന്നെ നിന്റെ ലാലേട്ടാ, ഇവരെന്നെ എന്താ ഇത്? ഒരു കാര്യം നടക്കുമ്പോ ഈ വിക്ടിം കാർഡ് എടുത്ത് കാണിക്കണത് ശരിയല്ലടാ. എന്താണ് അച്ഛാ, എന്ത് പറ്റി? വേറെ ഒന്നുമില്ല ലാലേട്ടാ. ഇവരില്ലാത്ത വൃത്തികേടുകളൊക്കെ ലാലേട്ടനോട് ഒന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ 3 പേര് സ്റ്റേജിൽ കയറിയ കാല് തന്നെ ഓടിക്കും ലാലേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ? അത് ഇവനല്ല, ഇതാ ഇവനാ പറഞ്ഞത്. ഇതാ ഇവനാ. അല്ല, ലാലേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ ഞാൻ സോറി. ലാലേട്ടാ, എന്താണ് അച്ഛാ? ലാലേട്ടൻ ഒരു കാര്യം അറിയാമോ? എന്താണ്? ഞാൻ കഷ്ടപ്പെട്ട് ഈ ജർമ്മനിയിൽ വന്ന് ഇവിടെ ഇതുപോലൊരു ബാറ് തുടങ്ങാൻ ആരാ കാരണക്കാരെന്ന് അറിയോ? എനിക്കറിയില്ല. എന്താണ്? കാര്യങ്ങൾ ഇത്രയൊക്കെ സത്യം തുറന്നു പറയാൻ പോവാ. ഒരു സ്പൂൺ ഒഴിക്കട്ടെ? നോ താങ്ക്സ്. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ ടക്കെന്നൊരു സ്പൂൺ. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് ബലവും കാലിന് ബലമുള്ള ഒരാൾ പോലും എന്നിവിടെ വിട്ടു പോകരുത്. നമുക്ക് ഒരു നീളം കച്ചേരാം. കുടിക്കുമ്പോൾ ബോധം പറയാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അത് മനക്കണം. സാധാരണ ഇത്ര നമ്മൾ കഴിയും. അത് കഴിഞ്ഞിട്ട് എണ്ണത്തെറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. കണ്ടീഷൻ പോലെയാ. ഇത് ഞാനല്ല. അതേ ലാലേട്ടാ, എന്നും ഈ വീഡിയോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബാറ് തന്നെ തുറക്കുന്നറിയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ലാലേട്ടനെ കാണുന്നത്. ഞങ്ങൾക്ക് പോണം. അങ്ങനെ പറയില്ല ലാലേട്ടാ, ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്താണ് ഇനി വേറെ ആഗ്രഹം? വേറെ ആഗ്രഹമുണ്ട്. പരസ്യം മറ്റേ അച്ചാറല്ലല്ലോ. അച്ചാറല്ലല്ലോ. അച്ചാറില്ല. ഞങ്ങളുടെ കൂടെ ലാലേട്ടൻ ഒരു പെഗ് അവിടെ ഷോ നടക്കുന്ന സമയം. ഒരു ഷോ നടക്കുന്ന സമയമാണ് പോണം. അച്ചായന്റെ ഒരു അവസാനത്തെ ആഗ്രഹമായിട്ട് കണക്കാണ്. അവസാനത്തെ ഒരു പെഗ് ലാലേട്ടനോട്. ശരി, എന്നാ വിളിച്ചു. ചെറുത് ഒളിക്ക് 3 പേർ ഒളിക്ക്. ലാലേട്ടന്റെ കൂടെ ഞങ്ങൾ മദ്യപിക്കാൻ പോകുന്നു. ആദ്യമായിട്ട് ഇത് പിടിച്ചേ, മുഖത്ത് നോക്കി നമ്മൾ ബ്രോസ് എന്ന് പറഞ്ഞ ചേസ് പറയുന്നു, അടിക്കുന്നു. ഓക്കെ, നമ്മളെ പോലെ തന്നെ ഒറ്റ വലിയ എങ്ങനെയുണ്ട്? അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. അപ്പൊ ഒരാഗ്രഹം കൂടെ പറഞ്ഞോട്ടെ. എന്താണ്? ഈ രാജാവിന്റെ മകൻ എന്ന് പറയുന്നൊരു സിനിമ 18 തവണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ സിനിമ കണ്ടിട്ടാണ് എന്റെ മോന് ഞാൻ രാജമോഹൻ പേര് വരേണ്ടത്. അപ്പൊ ആ രാജാവിന്റെ മകനില്ല ഒരു 2 ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുമോ? ഇപ്പൊ ശരിയാവില്ല. അല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല പ്ലീസ്. ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു എന്ത് തേങ്ങയാണ് കുറച്ചുകൂടി അക്ഷരസ്ഫുടതയോടുകൂടി ഒന്ന് പറഞ്ഞു. അതോടുകൂടി ഒന്ന് ആ സാധനം പറഞ്ഞു. രാജമോഹൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, മംഗലിന്റെ ഫാദറാണ്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ്. പിന്നെ എന്നെ കാണുമ്പോൾ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അഥോ ലോകങ്ങളുടെ രാജാവ്. എടുക്കണം അതിന്റെ അച്ഛന്റെ അച്ചാറുണ്ട്. അച്ഛന്റെ അച്ചാറല്ല, അച്ചാമാസ് അച്ചാർ. എടുത്തോ നീർക്കോലി വരെ 10 പേർക്ക് തുടങ്ങി. പോയിരുന്നോ? ചില അച്ചാർ പോകാനറിയാം. അല്ല ലാലേട്ടാ, ഇവിടെ വന്നൊരു പെഗ്ഗു അടിച്ചു, അച്ചാമാസ് അച്ചാറും കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ബാറിന്റെ ആംബിയൻസിൽ പാടാൻ പറ്റിയ ഒരു പാട്ടുകൂടെ നമുക്കൊന്ന് കേട്ടാലോ? എങ്ങനെയുണ്ട്? ഒരു പാട്ടുകൂടെ പാടൂ ബാറിന്റെ ആംബിയൻസിൽ. അതെ, എങ്ങനെ? അതാണ്. ഞാനൊരു പാട്ട് പാടിയിട്ട് പോകും. ശരി, ഒരു പാട്ട്.
സ്വർഗത്തിലെ ആ മുത്തശ്ശന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞു മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സന്തോഷമായി. ഇനിയിപ്പോ എന്തായാലും സമയമായി അല്ലേ? ആളുകളൊക്കെ വരാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിന്റെ സ്റ്റേജിലോട്ട് പോവാം. ഞാൻ പോണോ? പോവാം. അങ്ങനെ പിന്നെ നിങ്ങളെ പാട്ടിട്ട് നമ്മളൊരു പാട്ട് പാടി. അതെ. അപ്പൊ നിങ്ങളൊരു പാട്ട് പാടി അതുകൂടെ കഴിഞ്ഞിട്ട്